മാസ് മോട്ടോഴ്സ് നമ്മുടെ ഹീറോയുടെ SCD വണ്ടി ജനറൽ സർവീസ് പൊല്യൂഷൻ ടെസ്റ്റ് അതേപോലെ തന്നെ ആക്സിലേറ്റർ റേസിംഗിൻ്റെ പറഞ്ഞിട്ട് അങ്ങനെ 1-2 വർക്കുകളാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ചെയിൻ്റെ അടി ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് വീലിൻ്റെ ഡാമ്പർ റബ്ബർ പോയേക്കണേൻ്റെ ഒരു ചെറിയൊരു ചാട്ടം കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ആ റേസിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാന്ന് പറഞ്ഞാൽ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ആയിട്ട് ഓവർ റേസിങ് ആവും, വണ്ടി വെറുതെ റേസ് ആവുന്നുള്ളൂ. അതാണ് മെയിനായിട്ട് വന്നാണ് കംപ്ലയിൻ്റ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ബാക്ക് വീലിൻ്റെ ഹബ്ബ് ഉണ്ടല്ലോ, ഹബ്ബിന് തേയ്മാനം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടാണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഒരു പ്രാവശ്യം എനിക്ക് ബോറിങ് ചെയ്തിട്ടുണ്ടാവും, അതായത് പോളിഷ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ക്യാമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മില്ലിങ് തിരിച്ചാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഡോട്ടിനോട് ചേരെയാണ് വൻ്റെ, ഇതിപ്പോൾ നമ്മൾ 2 മില്ലിങ് തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക് ലൈനർ മാക്സിമം നമുക്ക് 100% ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ കണ്ടീഷനിൽ പോകുമ്പോഴത്തേക്കും ബ്രേക്ക് ഇങ്ങനെ കൂടുതൽ കയറി വന്നാൽ ബ്രേക്ക് കയറി ജാമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രേക്ക് ലൈനർ തൽക്കാലം മാറ്റിയിടണമായിരിക്കും ബെറ്റർ. അതേപോലെ തന്നെ ബാക്കിലത്തെ ഈ വീലിൻ്റെ ഈ റബ്ബർ ബുഷുകൾ കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെയാണ് നമ്മൾ ആ ഗിയർ ഇട്ടിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ചാട്ടം പോലെ വന്നിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഫ്രീ പ്ലേ ആണ്, ഇതിൻ്റെ ഉള്ളിലാണ് ആ സ്പോക്കറ്റിൻ്റെ ആ ലെഗ് ഫ്രീ പ്ലേ കാണിക്കുന്നുണ്ട്. ചെയിൻ സ്പോക്കറ്റ് വലിയ കുഴപ്പമില്ലാത്ത സ്പോക്കറ്റാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ട്. അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഓയിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമായാലും എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ തീരെ മോശമൊന്നും പറയാനില്ല, അത്യാവശ്യം ഒന്ന് എയറൊക്കെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ബ്രേക്കിൻ്റെ സ്വിച്ചുകൾ, അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും ബാക്ക് ബ്രേക്കിൻ്റെ ആയാലും സ്വിച്ചുകൾ ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ടൈലൈറ്റ് ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് സിഗ്നൽ കാണിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. അതൊക്കെ നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ നൈറ്റൊക്കെ ഓടുന്ന സമയത്ത് അത് സേഫ്റ്റിയുടെയും കൂടി ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മളൊക്കെ നോക്കുമ്പോൾ കേബിൾ ടൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ മീറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ മീറ്ററിനകത്ത് മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അക്കങ്ങളും അറിയുന്നില്ല, കൗണ്ട് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ കേബിളും അതിൻ്റെ ക്രൗണും പിന്നീനും വീലിൻ്റെ അകത്ത് തന്നെ ക്രൗണും പിന്നീനും കേബിൾ മാറ്റി കഴിഞ്ഞാൽ മീറ്റർ വർക്കാവും, പക്ഷേ സ്പീഡ് മാത്രമേ കാണിക്കുകയുള്ളൂ. കിലോമീറ്റർ കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഈ മെക്കാനിസം മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മാറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. മീറ്റർ മെക്കാനിസവും ഫുൾ അസംബ്ലി ആയിട്ട് മാറേണ്ട ആവശ്യം, അതിൻ്റെ ഉള്ളിൽ മെക്കാനിസം മാത്രമായിട്ട് കിട്ടും. ആ മെക്കാനിസവും കേബിളും അതിൻ്റെ വീലിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണും പിന്നിൻ്റെ സെറ്റ് കൂടി മാറുകയാണെങ്കിൽ ആ മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും, കിലോമീറ്റർ കറക്റ്റ് കൗണ്ട് ചെയ്യും. കാരണം നമ്മുടെ വണ്ടിയുടെ എല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം വന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിലോമീറ്റർ മറയുന്നുണ്ട് എന്നുള്ള ദിവസം ഉറപ്പ് വരുത്തണം, അത് കറക്റ്റ് കിലോമീറ്റർ കൗണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ദിവസം ഉറപ്പാക്കണം. അല്ലെങ്കിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുപോലെ നമ്മൾ നേരത്തെ ചെയ്യും, അതല്ലെങ്കിൽ ചെയ്യാൻ വൈകിപ്പോവും, എങ്ങനെയായാലും നഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്. ജസ്റ്റ് ഞാനത് കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ ഇൻഫോം ചെയ്തെന്നുള്ളൂ. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അത് ചെയ്യുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഉള്ള ടോട്ടൽ എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ട് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ചെയ്തു പോകണതാണ് നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല പ്ലഗ്ഗാണ്. എയർ ഫിൽറ്ററും പ്ലഗ് മാറ്റിയ കൂട്ടത്തിൽക്കൂടെ രണ്ടും കൂടി ഒപ്പമാണ് മാറ്റിയേക്കണേ. അപ്പോൾ മാറേണ്ട ടൈമിലേക്ക് ആവണുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് സർവീസിനൊക്കെ കയറുന്ന സമയത്ത് എയർ ഫിൽറ്റർ മാറ്റേണ്ട കൂട്ടത്തിൽക്കൂടെ നമുക്ക് പ്ലഗും കൂടി മാറണം, രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് കേട്ടോ. പിന്നെ ഉള്ളതാണ് നമ്മൾ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞില്ലേ. വണ്ടി ഓടുന്ന സമയത്ത് വണ്ടി റേസ് ആവും, പക്ഷേ ആ റേസിങ്ങിൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു മൂവിങ് വണ്ടിക്ക് കിട്ടണില്ല. ആ പവർ ക്ലച്ച് ഡിസ്കിൻ്റെ ഉള്ളിൽ ക്ലച്ച് ഡിസ്ക് സ്ലിപ്പ് ആവണത് കൊണ്ട് വീലുമേക്ക് കറക്റ്റ് പോവില്ല. അത് ആ ക്ലച്ച് ഡിസ്കിനകത്ത് ഇങ്ങനെ കറങ്ങി നഷ്ടപ്പെട്ടു പോവാം. അതാണ് ശരിക്കും സംഭവിക്കുക. അതാണ് നമ്മളിപ്പോൾ പെട്ടെന്നൊരു ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആക്സിലേഷൻ കൊടുത്തിട്ട് ഒന്ന് സ്പീഡാക്കാനോ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി എൻജിൻ റേസ് ആവും, പക്ഷേ ആ റേസിങ്ങിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബാക്ക് വീലിന് കിട്ടില്ല. അത് ക്ലച്ച് ഡിസ്കിൻ്റെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അതഴിച്ച് മാറ്റിയാലാണ് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എസ്റ്റിമേറ്റ് പെടുത്തുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി. നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.89 റേഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് എന്തെങ്കിലും വേണ്ടി അറിയാൻ പറ്റും നമുക്ക് അതിനകത്ത്. അപ്പോൾ നിലവിലിപ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്ക് ഒന്ന് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ വീലിൻ്റെ റബ്ബർ സെറ്റ് മാറ്റാനുണ്ട്, എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്, ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ഉണ്ട്, ക്ലച്ച് ഡിസ്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ളത് ആ സ്പീഡോമീറ്ററിൻ്റെയാണ്. സ്പീഡോമീറ്റർ കേബിൾ, ക്രൗൺ, പിനിയൻ, മീറ്റർ മെക്കാനിസം, ഇത്ര ഐറ്റം ആണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ എല്ലാം ഇത് പറഞ്ഞിരുന്ന നമുക്ക് വീഡിയോ പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് റെഡിയാക്കാം. എന്നിട്ട് അതിന് ഏകദേശം എത്ര കോസ്റ്റ് വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വീഡിയോയും അതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.